ആരുടേതാണ് ഇന്ത്യ എന്ന ചോദ്യത്തിന് ഈ രാജ്യത്തെ ജനങ്ങളുടേതാണ് ഇന്ത്യ എന്നതാണ് ഉത്തരം. മറ്റു ചില രാജ്യങ്ങളിൽ അങ്ങനെയല്ല. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ മാത്രമല്ല, എല്ലാ തീരുമാനങ്ങളും അതിന്റെ അടിസ്ഥാന സ്ട്രക്ചർ തന്നെയും മാറ്റിക്കളയാൻ അധികാരമുള്ള പാർലമെന്റുകൾ ഈ ലോകത്തെ പല രാജ്യങ്ങളിലുമുണ്ട്. ഭരണാധികാരികൾക്ക് എല്ലാ സംഗതികളും തച്ചുടച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം നിർവഹിക്കാനുള്ള അധികാരം കൊടുക്കുന്ന മറ്റു ചില രാജ്യങ്ങളുമുണ്ട്. ഈ രാജ്യം അങ്ങനത്തെ രാജ്യമല്ല. ഈ രാജ്യം എങ്ങനെയുള്ള രാജ്യമാണ് എന്ന് തീരുമാനിക്കാൻ ദീർഘകാലത്തേക്ക് ഓടാൻ നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ആ ഭരണഘടനയിൽ പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങളുടേതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു അവർസെൽസ് എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ പ്രിയാമ്പിൾ തുടങ്ങിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങളുടേതാണ് എന്ന് പറയുന്നത്. സർക്കാരൊക്കെ അതിൻ്റെ താഴെയാണ്. പാർലമെന്റ് അതിൻ്റെ താഴെ, ജുഡീഷ്യറി അതിൻ്റെ താഴെ, എക്സിക്യൂട്ടീവ് അതിൻ്റെ താഴെ. ഈ രാജ്യത്തെ ജനങ്ങളാണ് ഏറ്റവും മുകളിൽ. അതിനു മുകളിൽ ഭരണഘടന. ഭരണഘടനയ്ക്ക് കീഴിൽ എല്ലാ മനുഷ്യരും തുല്യർ, സമം അവകാശമുള്ള ആളുകൾ. പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും എനിക്കും നിങ്ങൾക്കും രണ്ടധികാരവും രണ്ടവകാശവുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രധാനമന്ത്രിക്ക് നമ്മളെക്കാൾ അവകാശമില്ലേന്ന്, അധികാരങ്ങളില്ലേന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. ആ അധികാരങ്ങൾ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മനുഷ്യരുടെയും മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഉള്ള അധികാരമാണ്. നമ്മളൊരാളെ ഒരു പണി ഏൽപ്പിച്ചാൽ, നമ്മുടെ വീട്ടിലെ പണി ഏൽപ്പിച്ചാൽ നമ്മൾ വീടിന്റെ താക്കോല് കൊടുക്കും. ആ പണി തീരുന്നത് വരെ അദ്ദേഹത്തിന് ആ വീട്ടിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തെ നമ്മൾ കാലാകാലങ്ങളിൽ ചില ആളുകളെ ഏൽപ്പിക്കും, അവർക്ക് ചില അധികാരങ്ങൾ കൊടുക്കും. അത് ആ പണി ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് ഭരണഘടന വായിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാവും. ആ അധികാരങ്ങൾക്ക് അപ്പുറത്ത് എനിക്കും നിങ്ങൾക്കും തുല്യാവകാശം, തുല്യത. രാജഭരണ കാലത്തുണ്ടായിരുന്നത് പോലെ രണ്ടു തരം മനുഷ്യർ ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടന പറയുന്നു. എല്ലാ മനുഷ്യരുടെയും വോട്ടിന് ഒരേ മൂല്യം, എല്ലാ മനുഷ്യർക്കും വോട്ട്. എന്താ വ്യത്യാസമുള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് നുണ പറയുന്നു, അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നുണയനാണ് എന്ന് പറയാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. മെക്കിട്ട് കയറാനുള്ള സ്വാതന്ത്ര്യമല്ല, അയാളെ ഡിഫെയിം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. പക്ഷേ ഏറ്റവും ഫെയർ ആയിട്ടുള്ള, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള വിമർശനം ഉന്നയിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ഓരോ പൗരനുമുണ്ട്. ഇതെല്ലാം ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളാണ്. ഹിന്ദുവിനും ക്രിസ്ത്യനും മുസൽമാനും ഒക്കെ തങ്ങളുടെ മതം വിശ്വസിക്കുമ്പോൾ തന്നെയും അന്യമതത്തോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹോദര്യത്തിന്റെ സന്ദേശം. അതിന്റെ കടക്കലാണ് BJP ഗവൺമെന്റ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് CAA പാസ്സായപ്പോൾ ഇത് മതേതരത്വത്തിന്റെ ലംഘനമാണ്, ആർട്ടിക്കിൾ 14 മനുഷ്യർ എല്ലാവരും ഈ നാട്ടിലെ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്നതിനെതിരാണ് എന്ന് പറഞ്ഞത്. ഇത് BJPക്ക് അബദ്ധം പറ്റിയ ഒരു നിയമമല്ല. മറ്റ് പല ഗവൺമെന്റുകൾക്കും നിയമം പാസാക്കിയപ്പോൾ ചില അബദ്ധം പറ്റിയതുപോലെ ഈ രാജ്യത്തെ സർക്കാരിന് പറ്റിയ ഒരു അബദ്ധമല്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകണമെങ്കിൽ BJP ഗവൺമെന്റ് പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള ഭേദഗതികൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ആദ്യമായിട്ടല്ല BJP ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത്, ആദ്യമായിട്ടല്ല അവർ ഈ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ തനിസ്വരൂപം മനസ്സിലായത്. സംഘപരിവാർ 1920 മുതൽ പറയാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാണ്. ആ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ച VD സവർക്കറാണ് ഇതിന്റെ ഗുരു. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതി VD സവർക്കർ. ഈ രാജ്യത്തിൻ്റെതാണ് എന്ന് നമ്മൾ കരുതുന്ന എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ എതിർക്കുന്ന ഒരേ ഒരു സംഘടന ഈ രാജ്യത്തുള്ളൂ, അത് സംഘപരിവാറാണ്, RSS ആണ്. 1920 മുതൽ ഈ രാജ്യത്തിൻ്റെതെന്ന് നമ്മൾ കരുതുന്ന സർവസ്വവും അതിന്റെ അഭിമാനപൂരിതമാകുന്ന എല്ലാ സംഗതികളെയും ഉണ്ടാക്കുകയും അന്യരാജ്യ വിദ്വേഷമാണ് ദേശസ്നേഹം എന്ന കള്ളത്തരം ഈ രാജ്യത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കും. ഒറിജിനൽ പഞ്ചാബ് പ്രവിശ്യയും സിന്ധ് പ്രവിശ്യയും പാകിസ്ഥാനിലാണ്. അങ്ങനെ പാകിസ്ഥാനിലെ പഞ്ചാബ്, സിന്ധ് കഴിഞ്ഞ് ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വങ്ക എന്ന് ബംഗാൾ വരെ എത്തി നിൽക്കുന്ന മാല പോലെയുള്ള പ്രദേശങ്ങളെ നോക്കി നമ്മുടെ ദേശീയഗാനം ഇന്നും പാടുകയാണ്. വെട്ടിമുറിക്കപ്പെട്ട ഒരു രാജ്യം 2 രാജ്യങ്ങളായി വെട്ടിമുറിച്ചിട്ട് പോലും നമ്മുടെ ദേശീയഗാനത്തിൽ നാം ദേശസ്നേഹത്തോടൊപ്പം ചേർത്ത് വയ്ക്കുന്നത് ഭാരതത്തിന്റെ ഒറിജിനൽ ഓർമ്മകളെയാണ്. അത് ദേശവിരുദ്ധതയല്ല, അതാണ് ദേശസ്നേഹം. അത് പക്ഷേ സംഘപരിവാറിന് പറ്റില്ല. ത്രിവർണ്ണ പതാക നമ്മളിവിടെ
എല്ലാ സമരത്തിലും കയ്യിലേന്തുന്ന ത്രിവർണ്ണ പതാക, നമ്മൾ അഭിമാനപൂർവം നടുക്ക് അശോക ചക്രമുള്ള നമ്മുടെ ത്രിവർണ്ണ പതാക, അതിനെയും സംഘപരിവാർ എതിർക്കുന്നു. എന്താ കാര്യം? അതിനകത്ത് 3 കളറുണ്ട്, കാവിയല്ല, അതുകൊണ്ട് എതിർക്കുന്നു. ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളും ആ കൊടിക്കകത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു. പിന്നെ ലോകം ആദരിക്കുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് MG റോഡ് കാണാം. എറണാകുളത്തെ പോലെ നിങ്ങൾക്ക് അമേരിക്കയിൽ പോയാൽ നിങ്ങൾക്ക് MG റോഡ് കാണാം. നിങ്ങൾക്ക് യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ കാണാം. ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് പോയാൽ അവിടെ കാണാവുന്ന 2 പ്രതിമകളിൽ ഒന്ന് മഹാത്മാഗാന്ധിയുടെയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിവസം ലോകമെമ്പാടും 120-ലധികം രാജ്യങ്ങളിൽ ഐക്യരാഷ്ട്രസഭ സമാധാനത്തിന്റെ, അഹിംസയുടെ ദിനമായി ആചരിക്കുന്നത് ആ ഗാന്ധിജിയോടുള്ള ബഹുമാനം കൊണ്ടാണ്. ആ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് സംഘപരിവാറാണ്. ഗോഡ്സെ എന്നത് ഒരു തോക്കായിരുന്നില്ല. ഗോഡ്സെ എന്നത് VD സവർക്കർ എന്ന തോക്കിൽ നിന്ന് പോയ ഒരു വെറും ഉണ്ട മാത്രമായിരുന്നു എന്ന് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ഒരു മലയാള പുസ്തകത്തിൽ അതിമനോഹരമായ ഒരു രാഷ്ട്രീയ വാക്യം ഞാൻ വായിച്ചു. PN ഗോപികൃഷ്ണന്റെ പുസ്തകത്തിൽ. സത്യമല്ലേ? കപൂർ കമ്മീഷൻ മുമ്പാകെ ഗോഡ്സെ കൊടുത്ത മൊഴികൾ, കേസിന്റെ വിചാരണ മൊഴികൾ മുഴുവൻ പരിശോധിച്ചിരുന്നപ്പോൾ പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടും. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ, പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ, മഹാത്മാഗാന്ധിയെ കൊന്നത് പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം 55 ലക്ഷം രൂപ വാക്ക് കൊടുത്തത് പറഞ്ഞു കൊടുക്കണം എന്ന് വാശി പിടിച്ചതിന്റെ പേരിലോ നിരാഹാരം കിടന്നതിന്റെ പേരിലോ അല്ല. ഗോഡ്സെ പറയുന്നുണ്ട് എങ്ങനെയാ കൊന്നതെന്ന്. ഈ രാജ്യത്തെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് മറ്റ് മതസ്ഥർക്കെതിരെ ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കാൻ ഹിംസാത്മകമായ ഒരു ഹിന്ദുത്വ രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചപ്പോൾ അഹിംസ കുത്തിവെച്ച് ആ ഹിന്ദുത്വത്തെ തകർത്തത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് ഹിന്ദുക്കളെ അഹിംസാവാദികളാക്കിയത്. ഇതാണ് ഗാന്ധിക്കെതിരായി ഗോഡ്സെ പറയുന്ന ഒന്നാമത്തെ കുറ്റം. ആ ഗോഡ്സെയും ആപ്തയും കൂടി ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി തോക്കുവെടുത്തു പോയി. ഒരു ജനുവരി 30-ന് വെടിവെച്ച് കൊല്ലുന്നു. അതിന് 8 ദിവസം മുമ്പ് കൊല്ലാൻ തീരുമാനിച്ചു ഒരു ക്ഷേത്രത്തിൽ വെച്ച്. നടന്നില്ല, കാരണം കയ്യിലുള്ള തോക്ക് മതിയാവുമായിരുന്നില്ല. പ്ലാനിങ് പോരായിരുന്നു. ബോംബെയിൽ പോയി VD സവർക്കറിനെ കണ്ടു. സവർക്കറിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി പുതിയ തോക്കുമായി ഗാന്ധിയെ കൊല്ലാൻ വന്നു. ഗാന്ധിയെ കൊന്നു. VD സവർക്കർ പ്രതിയായി ഗാന്ധി കൊലക്കേസിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ VD സവർക്കറിനെ പിന്നെ നമ്മൾ കാണുന്നത് BJP ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ എവിടെയാണോ ഗാന്ധിജിയുടെ ചിത്രം നമ്മളെ നോക്കി ചിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് VD സവർക്കറിന്റെ പടം ഇവർ വെക്കുകയാണ്. 6 തവണ പരസ്യമായി മാപ്പെഴുതി കൊടുത്ത് ഞാൻ മാത്രമല്ല എൻ്റെ അനുയായികൾ പോലും നിങ്ങൾക്ക് വിടുപണി ചെയ്തു കൊള്ളാം എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് മാപ്പെഴുതി കൊടുത്ത VD സവർക്കറിന്റെ പാരമ്പര്യം. ഇവർ ഈ രാജ്യത്തെ ഇങ്ങനെ തച്ചു തകർക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നോട്ട് നിരോധനം മുതൽ, സാമ്പത്തിക തകർച്ച മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തെ ഈ കാളക്കൂറ്റൻ പിഞ്ഞാണക്കടയിൽ കയറിയതുപോലെ എന്ന മട്ടിൽ ഈ ഗവൺമെന്റ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചോദിക്കുക, ഈ രാജ്യത്തെ ഇങ്ങനെ നശിപ്പിക്കുമോ ഏതെങ്കിലും ഒരാളുകൾ, മറ്റേതെങ്കിലും ആളുകൾ? ഈ രാജ്യം കെട്ടിപ്പടുത്തതിന്റെ ചോരയിലും വിയർപ്പിലും ഒരു തുള്ളി ചോരയോ ഒരു തുള്ളി വിയർപ്പോ ഇല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്തെ തകർക്കുന്നതിന് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഈ രാജ്യം അവരുടേതല്ല. അവർ ഈ രാജ്യം കെട്ടിപ്പടുത്തതിൽ ഒരു തുള്ളി രക്തം പോലും പങ്കിട്ടിട്ടില്ല. ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ RSSന്റെ സ്ഥാപകൻ നേതാവ് 2 ചെറുപ്പക്കാർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അവരോട് സദാശിവ ഗോൾവാക്കർ പറയുന്നു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ എന്തിനാ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പോയി പങ്കെടുക്കുന്നത്? ഞാൻ തമാശ പറയുന്നതല്ല. കുരുക്ഷേത്ര പബ്ലിക്കേഷൻ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. RSS പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. നമ്മൾ ആരെങ്കിലും ഇനി കള്ളം പറഞ്ഞൊന്നും വേണ്ട. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചു വന്ന 2 ചെറുപ്പക്കാരോട് RSSന്റെ സ്ഥാപകൻ പറയാണ്, നിങ്ങൾ വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്ക്, കുടുംബത്ത് പോയിരിക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 2 വർഷത്തേക്ക് കുടുംബത്തേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്നത്. അത് ശരി, നിങ്ങൾക്ക് 2 വർഷത്തേക്ക് വീട്ടിലുള്ള എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കൂ. എന്തിനാ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചുകൊണ്ട് എന്താ കുഴപ്പം? ഈ രാജ്യസ്നേഹം നമ്മളെ പഠിപ്പിക്കുന്ന ആളുകളുടെ പുസ്തകമാണ്, അവരുടെ ആശയമാണ്.
അവർ 200 വർഷത്തിലധികം ഈ രാജ്യത്തെ കട്ടുമുടിച്ച ദ്രോഹിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു കൈപ്പടി പോലും, ഒരു സംഗതി പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വിടുപണി ചെയ്യുന്ന, ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യമാണ് ഈ രാജ്യത്തെ സംഘപരിവാറിൻ്റേത്. അതുകൊണ്ട് അവർ ഈ രാജ്യത്തെ മഹാത്മാഗാന്ധിയുടെ കൊലക്കേസിൽ പ്രതിയായ ആളുടെ ചിത്രം സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ചു. ഇന്നിപ്പോ അമിത്ഷായുടെ പത്രസമ്മേളനങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കണ്ടു കാണും. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഓഫീസിൽ പോയിട്ടുള്ള MP-മാർ ഇവിടെ പല വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഗാന്ധിയോടൊപ്പം സവർക്കറുടെ പടവും അവരുടെ മുറികളിലുണ്ട്. ഗോഡ്സെയുടെ പടം എപ്പോൾ കയറും എന്ന് നോക്കിയാൽ മതി. ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് അതിലേക്ക് നിറയൊഴിക്കുന്ന ചിത്രം നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഇവിടെ ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്. ഈ നിയമം എത്രമാത്രം അപകടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. 5-ാം ആർട്ടിക്കിൾ ഭരണഘടനയിൽ ചേർത്തപ്പോൾ ഇന്ത്യയിൽ ജനിച്ച മുഴുവൻ മനുഷ്യരുടേതും ആണ് ഇന്ത്യ, അതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകണമെന്ന് ഭരണഘടന പറഞ്ഞു. ഏതാ ഇന്ത്യ? 1935 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇന്ത്യ, പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഇന്ത്യ. ആ പ്രദേശത്ത് ജനിച്ച മനുഷ്യർ പോലും 1946 ജൂലൈ മാസത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന്, ഇന്ത്യയുടെ ആ ഘട്ടത്തിലെ ഇന്ത്യയിലേക്ക് വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കുറച്ച് ആളുകളുണ്ട്, അവരുടെ കാര്യത്തിൽ തർക്കം വന്നു. അവിടെയും സംഘപരിവാർ എതിർത്തു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പറഞ്ഞു, ഒരു തർക്കവും വേണ്ട, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യയിൽ ജനിച്ച ആളുകളെ പോലെ പൗരത്വം കിട്ടും. അന്ന് ബംഗ്ലാദേശ് ഉണ്ടായിട്ടില്ല. 72-ലാണ് പാകിസ്ഥാൻ വിഭജിച്ച് ബംഗ്ലാദേശ് ഉണ്ടാവും. ഡീംഡ് സിറ്റിസൺഷിപ്പ് ഈ ആളുകൾക്കെല്ലാം കിട്ടും. കുറച്ചാളുകൾ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി. വലിയ നല്ല മതരാഷ്ട്രമായിട്ട് അവിടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അവരുടെ ബന്ധുക്കളൊക്കെ അവിടെയാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയി. വലിയ കലാപം, 10 ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നതിൻ്റെ പാപക്കറ, ആ ചോരക്കറ ഇപ്പോഴും സംഘപരിവാറുകാരുടെ കയ്യിലുണ്ട്. അങ്ങനെ വലിയ കൂട്ടക്കൊലയും കൊലപാതകങ്ങളും നടന്നപ്പോൾ പോയ ആളുകളിൽ ചിലർ തിരിച്ചു വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ രാജ്യത്തിന്റെ ദീർഘകാലത്തേക്കുള്ള ഭരണഘടന ഉണ്ടാക്കാൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കലാപമാണ്, ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയാണ്. അവരുടെ ചോരയും ആർത്തനാദവും പുറത്ത് നടക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭരണഘടനയാണിത്. ആ ഭരണഘടനാ അസംബ്ലിയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, പാകിസ്ഥാനിൽ പോയി തെറ്റുപറ്റിയെന്ന് തോന്നി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ആളുകൾക്ക് പോലും നമ്മൾ പൗരത്വം നൽകണം. അത് മതാടിസ്ഥാനത്തിലല്ല, അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇന്ത്യ ഒരു മാതൃരാജ്യമായി സ്വീകരിച്ച് തുടർന്നും ജീവിക്കാം എന്നുണ്ടെങ്കിൽ വരുന്നവന്റെ മനസാക്ഷി നോക്കി, അവന്റെ വരുന്നതിന്റെ ആവശ്യകത നോക്കി നമ്മൾ അവർക്ക് പൗരത്വം നൽകണം. റെസിഡൻഷ്യൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ് ഉള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകണം. വരുന്നവന്റെ ഉദ്ദേശശുദ്ധി നോക്കണം, ജനിച്ച മതമല്ല നോക്കേണ്ടത്. ഇവിടെ എന്താ നോക്കുന്നത്? ഇവിടെ ജനിച്ച മതമാണ് നോക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന്, 3 രാജ്യങ്ങളിൽ നിന്ന് മതദ്രോഹമോ മതദ്രോഹ ഭീതിയോ കൊണ്ട് ഇന്ത്യയിലേക്ക് 2014 ഡിസംബർ മാസം 31-ന് മുൻപ് വന്നിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകാം എന്നാണ് പറയുന്നത്. പൗരത്വ നിയമം ഉണ്ടാക്കാൻ ആർട്ടിക്കിൾ 11 കൊടുത്ത അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് 1955 പൗരത്വ നിയമം ഉണ്ടാക്കിയപ്പോൾ 4 തരത്തിൽ മാത്രമേ ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ 3-ാം വകുപ്പിൽ പറയുന്നത് ഇന്ത്യക്കകത്ത് ജനിച്ച മനുഷ്യരെല്ലാം ഇന്ത്യയിലെ പൗരന്മാരായിരിക്കുമെന്നാണ്. അതിപ്പോൾ ഇന്ത്യക്കാരനെ ജനിച്ചാലും, ഒരു പാകിസ്ഥാൻകാരനെ ജനിച്ചാലും, ഒരു അമേരിക്കക്കാരനെ ജനിച്ചാലും, ഇന്ത്യൻ മണ്ണിലാണോ ഒരു കൊച്ചു പറഞ്ഞത്, ആ കൊച്ചിന് ഇന്ത്യയിലെ പൗരത്വം കിട്ടും. ഇതായിരുന്നു ഇന്ത്യയിലെ 55 മുതലുള്ള ഇന്ത്യയിലെ പൗരത്വ നിയമം. 3-ാം വകുപ്പ് പ്രകാരം ജന്മനാ കിട്ടുന്ന പൗരത്വം അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അതൊരു സർക്കാരിന്റെ ഔദാര്യമല്ല, അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല, അത് ജന്മസിദ്ധമാണ്. 4-ാം വകുപ്പ് പ്രകാരം പാരമ്പര്യത്തിലൂടെയുള്ള പൗരത്വം, ഇന്ത്യക്കാരായ ഏതെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ലോകത്ത് ഏത് രാജ്യത്ത് ജനിച്ചാലും അവരുടെ കൊച്ചിന് ഇന്ത്യയിലെ പൗരത്വം കിട്ടും. അത് പാരമ്പര്യത്തിലൂടെ കിട്ടുന്ന പൗരത്വമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല, അതാർക്കും നിഷേധിക്കാനും കഴിയില്ല. 3ഉം 4ഉം വകുപ്പ് കഴിഞ്ഞാൽ 5-ാമത്തെ വകുപ്പിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക്, അത് കല്യാണം കഴിച്ച് വന്നവരാകാം, ബന്ധുബലത്തിൽ വന്നവരാകാം, അല്ലെങ്കിൽ തൊഴിൽപരമായി വന്നവരാകാം, അങ്ങനെ വന്നിട്ടുള്ള ആളുകൾക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ കേന്ദ്ര സർക്കാരിന് രജിസ്ട്രേഷനിലൂടെ പൗരത്വം നൽകാൻ ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പൗരത്വം നൽകാം. അത് കേന്ദ്ര സർക്കാരിന്റെ ഓപ്ഷനാണ്, അതാരുടെയും ജന്മാവകാശമല്ല. 5-ാം വകുപ്പിലെ രജിസ്ട്രേഷനിലൂടെയുള്ള പൗരത്വം കിട്ടണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം.
നമ്മുടെ സോണിയാഗാന്ധിക്കൊക്കെ കിട്ടിയിരിക്കുന്ന പൗരത്വം രജിസ്ട്രേഷനോടുള്ള പൗരത്വമാണ്. അവർ ഇന്ത്യയിൽ ജനിച്ചവരല്ല, ഇന്ത്യയുടെ പൗരന്മാരുടെ മക്കളായിട്ട് ജനിച്ചതുമല്ല. അവർക്ക് രജിസ്ട്രേഷനിലൂടെ പൗരത്വം കിട്ടിയതാണ്. 6-ാം വകുപ്പ് പ്രകാരം നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം കിട്ടും. 11 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ ഏത് വിദേശിയാണെങ്കിലും തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയിലാണ് കഴിയാൻ പോകുന്നത്, എനിക്ക് പൗരത്വം വേണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പൗരത്വം കൊടുക്കാം. 11 വർഷം കാലാവധി. നമ്മുടെ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ വന്ന ഒരു വിദേശ വനിതയ്ക്കുൾപ്പെടെ നമുക്ക് പൗരത്വം കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിലൊന്നും പെടാത്തൊരു വിഭാഗമുണ്ട്, അത് നുഴഞ്ഞുകയറ്റക്കാരാണ്. ഈ രാജ്യത്ത് പാസ്പോർട്ടും വിസയും ഇല്ലാതെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് ഒരു 100 വർഷം താമസിച്ചാലും പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. കാരണം അവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, അവർ നുഴഞ്ഞു കയറി വന്ന ആളുകളാണ്. അതല്ലാത്ത ആളുകൾക്ക് മുഴുവൻ പൗരത്വം കൊടുക്കാൻ 2 തരത്തിലുള്ള പൗരത്വം കൊടുക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. ജന്മസിദ്ധമായും പാരമ്പര്യമായും കിട്ടിയ പൗരത്വം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. രജിസ്ട്രേഷനിലൂടെയും നാച്ചുറലൈസേഷനിലൂടെയും കിട്ടിയ പൗരത്വം വേണമെങ്കിൽ 9-ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്നാൽ നുഴഞ്ഞു കയറി വന്ന ആളുകൾക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കാൻ പറ്റില്ല. BJP ഗവൺമെന്റ് 2003 വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് 3-ാം വകുപ്പിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുന്ന ആളുകൾക്കെല്ലാം പൗരത്വം കിട്ടില്ല. അച്ഛനും അമ്മയും ആരാണെന്ന് തെളിയിക്കണം. ആ 2 പേരും ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്നവരല്ല എന്ന് തെളിയിക്കണം. അതിലൊരാൾ ഇന്ത്യൻ പൗരനാണ് എന്നും തെളിയിക്കണം. എന്നാൽ മാത്രമേ 2004 ജനുവരി മാസം 7-ാം തീയതിക്ക് ശേഷം ഇന്ത്യയിൽ പൗരത്വം കിട്ടുള്ളൂ. എന്തൊക്കെയാ തെളിയിക്കേണ്ടത്? അച്ഛനാര് അമ്മയാര് എന്ന് തെളിയിക്കണം. അച്ഛനും അമ്മയും ഇന്ത്യയിൽ നുഴഞ്ഞു കയറി വന്നവരല്ല എന്ന് ഈ കുട്ടി തെളിയിക്കണം. അതിലൊരാൾ ഇന്ത്യൻ പൗരനാണ് എന്നും തെളിയിക്കണം. അച്ഛനാര് അമ്മയാര് എന്ന് തെളിയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ബഹുഭൂരിപക്ഷം പേർക്കും സാധിക്കും, പക്ഷെ അനാഥർക്ക് സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ അമ്മത്തൊട്ടിലുണ്ട്, ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികൾ വളരുന്ന സ്ഥലം, അനാഥ മന്ദിരങ്ങളുണ്ട്. അവിടെ ജനിച്ച കുട്ടികൾക്കാർക്കും അച്ഛനാര് അമ്മയാരും തെളിയിക്കാൻ പറ്റത്തില്ല. സാംസ്കാരിക സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും കൃത്യമായി അച്ഛനാര് അമ്മയാര് എന്ന് പറയാൻ പറ്റില്ല. ഉപേക്ഷിച്ചു പോയ കുട്ടികളുണ്ടാവും, തെരുവിൽ വളരുന്ന കുട്ടികളുണ്ടാവും. അവർക്കൊന്നും 2004 ജനുവരി മാസം 7-ാം തീയതിക്ക് ശേഷം പൗരത്വം കിട്ടില്ല. BJP ഗവൺമെന്റ് 2003 ഭേദഗതി പ്രകാരം. പ്രശ്നം അവരുടെയല്ലേ, അതുകൊണ്ട് നമ്മളാരും പ്രതികരിച്ചില്ല ഇതുവരെ. അച്ഛനും അമ്മയും നുഴഞ്ഞു കയറി വന്നവരല്ല എന്ന് തെളിയിക്കണം. പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത 2003 മുൻപ് സർക്കാരിൻ്റെതായിരുന്നെങ്കിൽ അതിനുശേഷം അത് പൗരന്മാരുടേതായി മാറി. എന്താ പ്രധാനപ്പെട്ട വ്യത്യാസം? ഞാനിപ്പോൾ ഇവിടെ വന്ന് 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശത്രുതയുള്ള ആരെങ്കിലും ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ പോലീസിന് വേണേൽ എന്നെ ആ കേസിൽ പ്രതിയാക്കാം. പക്ഷെ പോലീസ് അത് സംശയാതീതമായി കോടതിയിൽ തെളിയിക്കുന്നത് വരെ ഞാൻ നിരപരാധിയാണ്. കുറ്റം തെളിയിക്കേണ്ട ബാധ്യത ആ കുറ്റം ആരോപിക്കുന്ന പ്രോസിക്യൂഷനും സർക്കാരിനുമാണ്. അതുവരെ പൗരന്മാർ തെളിവ് ബാധ്യത ഇല്ലാത്ത ആളുകളാണ്. പൗരത്വത്തിന്റെ കാര്യത്തിൽ 2003 ശേഷം ഇന്ത്യയിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എന്റെയും നിങ്ങളുടേതായി മാറി. പൗരത്വം തെളിയിക്കാത്ത മനുഷ്യരെല്ലാം വിദേശികളാണ് എന്ന നിയമം കൊണ്ടുവന്നു. ഫോറിനേഴ്സ് ആക്ടിന്റെ 1946 ഫോറിനേഴ്സ് ആക്ടിന്റെയും പാസ്പോർട്ട് ആക്ടിന്റെയും കീഴിൽ അല്ലാത്ത ആളുകൾ നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന പ്രിസംഷൻ കൊണ്ടുവന്നു. അടുത്ത ഭേദഗതി 14A എന്ന് പറയുന്ന പുതിയ വകുപ്പ് എഴുതി ചേർത്തു. ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം പൗരന്മാർക്ക്. ആ ID കാർഡിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരത്വ പട്ടിക തയ്യാറാക്കണം. ആ പൗരത്വ പട്ടിക തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ അവകാശം വിട്ടുകൊടുത്തു. 2003 കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന ചട്ടപ്രകാരം ഇന്ത്യയിൽ ഓരോ പ്രദേശത്തും ഓരോ ലോക്കൽ രജിസ്റ്റർ തയ്യാറാക്കും. 6 മാസമായി താമസിക്കുന്ന ആളുകളുടെ പട്ടിക. അങ്ങനെ താമസിക്കുന്ന ആളുകളുടെ ലോക്കൽ രജിസ്റ്റർ തയ്യാറാക്കി ജില്ലാതലത്തിൽ അത് തയ്യാറാക്കി അത് ദേശീയ തലത്തിൽ ഉണ്ടാക്കും. അതിന്റെ പേരാണ് പോപ്പുലേഷൻ രജിസ്ട്രി അഥവാ NPR. ഈ NPR-നകത്ത് പൗരത്വം സംശയമുള്ള ആളുകളുടെ പേരിന് നേരെ D എന്ന് മാർക്ക് ചെയ്താൽ അവർ സംശയമുള്ള പൗരത്വത്തിനുടമയാണ്, ഡിസ്പ്യൂട്ടഡ് സിറ്റിസൺസ് ആണ്. ഈ ഡിസ്പ്യൂട്ടഡ് സിറ്റിസൺസിന്റെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വരും, നിങ്ങൾ പൗരത്വം തെളിയിച്ചു കൊള്ളണം. എങ്ങനെയാ ഇവർ D എന്ന് മാർക്ക് ചെയ്യുന്നത്? അതിന് യാതൊരു മാനദണ്ഡവും ഇല്ല, അത് അവർ തീരുമാനിക്കും. അച്ഛൻ്റെ അമ്മയുടെയും ജനിച്ച സ്ഥലം കൃത്യമായി ഇന്ത്യയല്ല. സ്കൂളിൽ ചേർത്തപ്പോൾ ഉള്ള സർട്ടിഫിക്കറ്റിനകത്തുള്ള ഡേറ്റും യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്തും 2 സർട്ടിഫിക്കറ്റിലെ പേരിനകത്തും അല്ലാത്ത മറ്റു പേരുകളിലും പാസ്പോർട്ടിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഏത് കുറ്റവുമാകാം,
ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ ഇന്ത്യൻ പൗരനല്ല എന്ന് തോന്നിയാൽ പേരിന് നേരെ ഡി എന്ന് മാർക്ക് ചെയ്താൽ ഡിസ്പ്യൂട്ടഡ് സിറ്റിസൻസായി തെളിയിക്കേണ്ട ബാധ്യത എൻ്റെയും നിങ്ങളുടെയുമായി. തീർന്നില്ല. ആർക്കും ഇയാളൊരു ഇന്ത്യൻ പൗരനാകാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ആമ്പിള്ളേരും പെമ്പിള്ളേരും മതം മാറി ഒളിച്ചോടിപ്പോയാൽ 30 ദിവസം നോട്ടീസ് ഇട്ട് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അപ്പോൾ ഈ ഓഫീസിന് മുമ്പിലൊരു ബോർഡ് ഇടും, ആർക്കെങ്കിലും ഇവർ കല്യാണം കഴിക്കുന്നതിൽ എതിർപ്പുണ്ടോ പരാതിയുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എല്ലാ പരാതിയും കൊടുക്കാൻ പറ്റില്ല. ഇവർ തമ്മിൽ ഒരു പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, ഏതെങ്കിലും ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളാണോ, അല്ലെ അടുത്ത ബന്ധുക്കളുടെ മക്കളാണോ, അല്ലെങ്കിൽ നേരത്തെ ഇവരിൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചത് മറച്ചു വെച്ചാണ് ഈ കല്യാണം നടത്തുന്നത് തുടങ്ങിയ 2 or 3 എതിർപ്പുകൾ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഇതങ്ങനെയല്ല. പൗരൻ, ഇയാൾക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല എന്ന് ഏത് കാരണം വെച്ച് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. ഇപ്പം ഞാനാണ് പട്ടികയിൽപ്പെടുന്നതെങ്കിൽ എന്നോട് വിരോധമുള്ള സകല മനുഷ്യർക്കും എനിക്കെതിരായി പരാതിപ്പെടാം. ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ച് എൻ്റെ പൗരത്വം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അങ്ങനെ തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ NRC എന്ന് പറയുന്ന ഈ രാജ്യത്തെ പൗരത്വ പട്ടികയിലേക്ക് എനിക്ക് കയറാൻ പറ്റുകയില്ല. ഇല്ലെങ്കിൽ എൻ്റെ സ്ഥാനം പുറത്താണ്. തെളിയിച്ചാൽ എനിക്ക് NRC പട്ടികയിലേക്ക് കയറാം. ഇതാണ് ആസാമിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നത്. സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് BJP ഗവൺമെന്റ് പറയുന്നുണ്ട്. എന്നാൽ BJPക്ക് ഈ ആക്ട് അങ്ങ് പിൻവലിച്ചാൽ പോരെ? സുപ്രീം കോടതി പറഞ്ഞോ NRC ഈ രാജ്യത്ത് എല്ലായിടത്തും നടപ്പാക്കിയേ പറ്റൂവെന്ന്? ആസാമിൽ NRC നടപ്പാക്കാൻ സുപ്രീം കോടതിയിൽ ഒരാൾ കേസ് പോയി. ഈ രാജ്യത്തുള്ള നിയമം നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിലെന്താ തെറ്റ്? നിങ്ങൾക്ക് ഈ നിയമത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിൽ എന്താ കുഴപ്പം? ഈ രാജ്യത്ത് പൗരത്വ പട്ടിക ഉണ്ടാക്കുന്നതിന് ഒരാളും എതിരല്ല. ആരാ എതിരുള്ളത്? ഈ രാജ്യത്ത് പൗരത്വ പട്ടിക ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കട്ടെ. തെളിയിക്കാനുള്ള ബാധ്യത പൗരന്മാരുടെ തലയിൽ വെച്ചു കൊടുക്കുമ്പോൾ ഏത് രേഖ പ്രകാരമാണ് പൗരത്വം തെളിയിക്കേണ്ടത് എന്നെങ്കിലും പറയാനുള്ള മിനിമം ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു ബസ്സിലെ യാത്രക്കാരാണെന്ന് നിങ്ങൾ വിചാരിച്ചാണ്. ഞാനും നിങ്ങൾ ബസ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഈ ബസ്സിനകത്തുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെക്കർ കയറുകയാണ്. എന്നിട്ട് പറയാൻ ടിക്കറ്റ് ഇല്ലാത്ത മുസ്ലിങ്ങളൊക്കെ പുറത്തു പോകണം. ആണെങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വോട്ടേഴ്സ് ID കാർഡോ അല്ലെങ്കിൽ രേഖകളോ ഇല്ലെങ്കിൽ തിരിച്ചു പോകാൻ പറയും. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ തിരിച്ചു പോയ സന്ദർഭമുണ്ട്. തെളിവ് ബാധ്യത അവിടെ പൗരന്റെയാണ്. പക്ഷേ അത് തെളിയിക്കുന്നതിന് മുമ്പ് വോട്ടർമാർക്കെല്ലാം വോട്ടേഴ്സ് ID കാർഡ് കൊടുത്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് വോട്ടേഴ്സ് ID കാർഡ് ചോദിക്കുന്നത്. ഡ്രൈവിംഗ് അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് ഈ നാട്ടിലുണ്ട്. അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലീസോ RTO കൈ കാണിച്ച് എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചാൽ നമ്മൾ കാണിക്കാൻ ബാധ്യത നമ്മുടെയാണ്. തെളിവ് ബാധ്യത നമ്മുടെയാണ്. കാരണം ആദ്യം നമ്മളിത് പോക്കറ്റിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പൗരത്വം തെളിയിക്കാനുള്ള രേഖ എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ എത്തിച്ചതിന് ശേഷമാണോ എന്നോടും നിങ്ങളോടും പൗരത്വം തെളിയിക്കാൻ പറയുന്നത്? അല്ല. ഈ ബസ്സിൽ ചെക്കർ മാത്രമേ കയറിയിട്ടുള്ളൂ, കണ്ടക്ടർ കയറിയിട്ടില്ല. പക്ഷേ ടിക്കറ്റ് എടുക്കാത്ത ആര് പുറത്തു പോകണം എന്ന കാര്യത്തിൽ ചെക്കർ തീരുമാനമെടുത്തു കഴിഞ്ഞു. കളി തുടങ്ങുന്നതിന് മുമ്പ് ചുമപ്പ് കാർഡ് ആരെ കാണിക്കണം എന്നിവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തെ വർഗീയമായി വിഭജിക്കുന്ന, മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്ന നിയമ ഭേദഗതിയിലേക്ക് ഇവർ വന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. 2003 ഭേദഗതികളെല്ലാം ചെയ്തു. NPR ഈ രാജ്യത്ത് നടപ്പായി. ഗവൺമെന്റിന്റെ സബ്സിഡികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആധാർ ഇവർ NPRുമായി ലിങ്ക് ചെയ്തു. NPRന്റെയും ആധാറിന്റെയും ഡേറ്റാബേസ് ഒന്നാണ് എന്ന് 2015 മുതൽ പറയുന്ന ആളുകൾ തെറ്റാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പൊളിഞ്ഞു. കഴിഞ്ഞ മാസം ആധാറിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ പറഞ്ഞു NPRന്റെയും ആധാറിന്റെയും ഡാറ്റാബേസ് ഒന്നാണ്. എന്താ ചെയ്യുന്നത്? പൗരത്വവുമായി ഒരു ബന്ധവുമില്ലാതെ തയ്യാറാക്കപ്പെട്ട ഒരു പ്രോസസ്സിൽ നിന്ന് ഡാറ്റ സ്വീകരിച്ച്, പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചത് സ്വീകരിച്ച് അത് പൗരത്വ നിയമത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ രാജീവ് ധവാൻ ഉൾപ്പെടെയുള്ള സീനിയർ അഭിഭാഷകർ പറഞ്ഞു ഈ ഡാറ്റ പ്രൊട്ടക്റ്റഡ് അല്ല, ഇത് സംരക്ഷിക്കപ്പെടണം. ഈ വിവരങ്ങൾ പൗരന്മാർ കൊടുത്തിരിക്കുന്നത് മറ്റു ഉദ്ദേശങ്ങൾക്കാണ്, ഈ രാജ്യത്ത് ചില നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അത് തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല, ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി സീനിയർ അഭിഭാഷകൻ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന KK വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഈ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വലിയ മതിൽ പണിതിട്ടുണ്ട് എന്നാണ്. ആ ആധാറിൽ കിട്ടിയ ഡാറ്റാബേസ് ഇവർ NPRന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എല്ലാ 10 വർഷം കൂടുമ്പോഴും ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും കണക്കെടുപ്പ് നടത്തുന്ന സെൻസസിനകത്തേക്ക് NPR നുഴഞ്ഞു കയറ്റിക്കൊണ്ട് ഇവർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
2015 വാജ്പേയി ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവർ ആദ്യത്തെ ഭേദഗതി കൊണ്ടുവന്നു പാസ്പോർട്ട് നിയമത്തിൽ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അവിടെ ആ രാജ്യങ്ങൾക്കൊക്കെ മതമുണ്ട് ഔദ്യോഗികമായിട്ട്. ആ ഔദ്യോഗിക മതമുള്ള ഭരണഘടനയിലുള്ള രാജ്യങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് കുറെ ആളുകൾ 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാസ്പോർട്ട് നിയമത്തിന്റെയും ഫോറിനേഴ്സ് നിയമത്തിന്റെയും ശിക്ഷകളിൽ നിന്ന് അവരെ വിടുതൽ ചെയ്യുന്നു എന്ന് 2015 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഒരു ഭേദഗതി കൊണ്ടുവന്നു. എന്താ ഏറ്റവും ലളിതമായി ചോദിച്ചാൽ 2014 ഡിസംബർ മാസം 30-ാം തീയതി പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഒരു രാമനും ഒരു ജോസഫും ഒരു മുഹമ്മദും ഇന്ത്യയിലേക്ക് വരുന്നു, പാസ്പോർട്ടും വിസയും ഇല്ലാതെ, അവിടെ ജീവിക്കാൻ പറ്റാതെ. അതിർത്തിയിൽ വെച്ച് പട്ടാളം പിടിക്കുന്നു, അവരെ പോലീസിനെ ഏൽപ്പിക്കുന്നു, അവർ ജയിലിലാവുന്നു. 2015 ജനുവരി മാസം 1-ാം തീയതി മുതൽ അവർ ജയിലില്ല, 3 പേരും. എന്താ കാര്യം? പാസ്പോർട്ടും ഇല്ല, വിസയും ഇല്ല, നുഴഞ്ഞു കയറി വന്നവരാ. 8 മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസം 8-ാം തീയതി രാവിലെ രാമനും ജോസഫിനും തന്റെ മതം തെളിയിച്ചാൽ ജയിലിൽ നിന്ന് പുറത്തു പോവാം. മുഹമ്മദ് ജയിലിനകത്ത് തുടരും. കാരണം പാസ്പോർട്ട് നിയമത്തിനകത്തെ ശിക്ഷാ കാലാവധിയിൽ നിന്ന്, ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 6 മതവിഭാഗത്തിൽ മുഹമ്മദിന്റെ മതമില്ല. ആയുഷ്കാലം പള്ളിയിൽ പോകാത്ത ഒരാളാണ് ഈ മുഹമ്മദ് എന്ന് സങ്കല്പിക്കുക. അച്ഛനും അമ്മയ്ക്കും, ഇസ്ലാമായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മുഹമ്മദ് പക്ഷേ യുക്തിവാദിയായി പള്ളിയിൽ പോയിട്ടില്ല. കാര്യമില്ല. മുഹമ്മദ് ജനിച്ച മതം ഈ 6 മതവിഭാഗത്തിൽപ്പെട്ട എക്സംഷൻ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് മുഹമ്മദ് അപ്പോഴും ജയിലിൽ തന്നെ കിടക്കും. ദൈവമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സന്ദേഹമുള്ള ഒരു വിഭാഗമുണ്ട്. അവർ ദൈവം ഉണ്ടെന്നും പറയത്തില്ല, ഇല്ലെന്നും പറയത്തില്ല. അതിൽപ്പെട്ടയാളാണെങ്കിലും മുഹമ്മദ് ജയിലിൽ തന്നെ കിടക്കും. കാരണം മുഹമ്മദ് ജനിച്ച മതം ഇതിനകത്ത് എക്സംഷൻ ലിസ്റ്റിലില്ല. പുറത്തിറങ്ങിയ ജോസഫിനും പുറത്തിറങ്ങിയ രാമനും ഇന്ത്യയിൽ ഒരു കാലത്തും പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. അങ്ങനെ പുറത്തിറങ്ങിയ 2 പേർക്കും പൗരത്വം കൊടുക്കാൻ 2019 പൗരത്വ നിയമത്തിന്റെ അകത്ത് 2-ാം വകുപ്പിൽ ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ളതിൽ ഭേദഗതി കൊണ്ടുവരുന്നു. എന്തിനാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തെരഞ്ഞെടുത്തത്? ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശും. ഇന്ത്യയുടെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്ത രാജ്യങ്ങളാണ്. അതുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തെരഞ്ഞെടുക്കുന്നു. കാരണം പറഞ്ഞത്, പ്രാദേശികമായി നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, ഒരു മതം അവരുടെ ഔദ്യോഗിക മതമായി സ്വീകരിച്ച രാജ്യങ്ങൾ, അവിടെ മതദ്രോഹം നിലനിൽക്കുന്നതുകൊണ്ട് അവരുടെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ സ്വീകരിക്കുന്നു എന്നാണ്. മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ. ശ്രീലങ്ക ഇന്ത്യയുടെ പരിസരത്താണ്. അവിടെ ഔദ്യോഗിക മതം ബുദ്ധിസമാണ്. അവിടെ ആളുകളെ പീഡിപ്പിക്കുന്നുണ്ട്. അവർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ തമിഴ് നാട്ടിൽ താമസിക്കുന്ന തമിഴ് ഈലം വംശജർ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു വന്ന ആളുകളാണ്. അവർക്ക് പൗരത്വം വേണ്ട. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ബുദ്ധിസ്റ്റ് രാജ്യമാണ്. വജ്രായന ബുദ്ധിസം. അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ മതപരമായ പീഡനം ഏറ്റുവാങ്ങി ഇന്ത്യയിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാം. അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല. മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികൾ, അവർക്കും ഈ നിയമം ബാധകമല്ല. 2016 ജൂലൈ മാസമായപ്പോൾ, 1 വർഷം കൂടി കഴിഞ്ഞപ്പോൾ, അഫ്ഗാനിസ്ഥാൻ എന്ന പേര് കൂടി ഇതിനകത്തേക്ക് എഴുതി ചേർക്കുന്നു. എന്താ കാര്യം? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നോ അഫ്ഗാനിസ്ഥാൻ? അല്ല. വല്ല ചെങ്കിസ് ഖാനും ഭരിച്ചിരുന്ന കാലത്തായിരിക്കും. ഏതായാലും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗവുമായിരുന്നില്ല. പിന്നെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഇപ്പം അതിർത്തി പങ്കിടുന്നുണ്ടെന്ന ചോദ്യത്തിന് പോലും പാർലമെന്റിൽ കൃത്യമായ ഉത്തരം അമിത്ഷാ പറഞ്ഞില്ല. കാരണം അത് പാക് അധീന കശ്മീരിന്റെ ഭാഗമാണ്. പിന്നെന്തിനാ അഫ്ഗാനിസ്ഥാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്? പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പാടുമ്പോൾ ആ പാട്ടൊന്ന് ക്ലിയർ ആയിട്ട് പാടണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നുകൂടി വേണം. കാരണം അപ്പം മാത്രമേ മതരാഷ്ട്രങ്ങളുടെ ഒരു നിര ഉണ്ടാവുകയുള്ളൂ, മുസ്ലിം മതരാഷ്ട്രങ്ങളുടെ ഒരു നിര ഉണ്ടാവുകയുള്ളൂ. താലിബാൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കൊരു ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ ആളുകളിലേക്ക് BJPക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ രാജ്യങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ദ്രോഹം നിലനിൽക്കുന്നത്? അല്ല. മലാല യൂസഫ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താലിബാൻ അവരെ കൊല്ലാക്കൊല ചെയ്തത്. അവർ ആ രാജ്യം വിട്ടോടി. അവരൊരു മുസ്ലിമായിരുന്നു. ബംഗ്ലാദേശിൽ ലജ്ജ എന്ന നോവൽ എഴുതിയതിന്റെ പേരിൽ തസ്ലിമ നസ്റിന് അപകടപ്പെട്ടു. അവരുടെ ജീവൻ ഭീഷണിയായി. ഇന്ത്യയിൽ ഒരു പള്ളി പൊളിച്ചപ്പോൾ, ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അതിന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്ന ഒരു സ്ത്രീയാണ്, എഴുത്തുകാരിയാണ് തസ്ലിമ നസ്റിൻ. അവരൊരു ഇസ്ലാമിക സ്ത്രീയായിരുന്നു. എത്ര എഴുത്തുകാരുടെ പേര് വേണം, എത്ര സാംസ്കാരിക പ്രവർത്തകരുടെ പേര് വേണം, എത്ര കവികളുടെയും എത്ര സംഗീതജ്ഞരുടെയും പേര് വേണം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഓടിപ്പോകേണ്ടി വന്ന ആളുകൾ. എന്തിനധികം പറയുന്നു?
രാവിലെ തൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീലങ്കൻ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പിറ്റേ ദിവസം തിരിച്ചു വരുമ്പോൾ കാണുന്നത് തൻ്റെ പ്രധാനമന്ത്രി കസേരയിൽ പട്ടാളം ഇരുന്ന് ഭരിക്കുന്നതാണ്. പ്രധാനമന്ത്രിയെ ജയിലിലേക്ക് അയച്ചു. അതാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ജനാധിപത്യം. ആ സ്ഥലത്തെ ദ്രോഹത്തെ പറ്റിയാണ് ഇവർ നമ്മളോട് പറയുന്നത്. എല്ലാ തരത്തിലുള്ള മനുഷ്യരും മതത്തിന്റെ പേരിലും അല്ലാതെയും പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചിക്കാഗോ പ്രസംഗത്തിൽ മഹാനായിട്ടുള്ള ലോകമെമ്പാടും ആദരിക്കുന്ന ഹിന്ദു സന്യാസിയായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്, അതിന്റെ 6ാമത്തെ വരിയിൽ പറഞ്ഞത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ മതവിഭാഗത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് അഭയമരുളുന്ന രാജ്യമാണ് എൻ്റെ രാജ്യമെന്ന് എനിക്ക് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് എന്ന്. ചിക്കാഗോ പ്രസംഗത്തിലെ വാചകമാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാ മതത്തിലും പെട്ട അഭയാർത്ഥികൾക്ക് അഭയമരുളുന്ന നമ്മുടെ രാജ്യം. ഇതാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം. ആ വിവേകാനന്ദ സ്വാമിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇവർ ഈ രാജ്യത്തെ കലാപകലുഷിതമാക്കി മാറ്റാൻ തേരോട്ടം നടത്തിയതും ഇപ്പോൾ വോട്ട് പിടിക്കുന്നതും. അങ്ങേര് ജീവിച്ചിരുന്ന ഇവരെ കല്ലെടുത്തെറിഞ്ഞാൽ. വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെയാണ് ഇവർ ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 ഭേദഗതിക്ക് ശേഷം 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന 6 മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ശിക്ഷാ കാലാവധിയിൽ നിന്ന് ഇളവ്. മുസ്ലിങ്ങൾക്കും പേരിന് ജൂതർക്കും ഇതിനകത്ത് ഇളവില്ല. അടിസ്ഥാന തത്വമാക്കിയാൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ, ഈ രാജ്യത്തെ ദളിതരെ, ഈ രാജ്യത്തെ ആദിവാസികളെ പച്ചയ്ക്ക് കത്തിക്കുന്ന സംഘപരിവാറിന്റെ മതമേതാ? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റ ഹിന്ദുവിനെ ഇവിടെ ഒരു പരിപാടിക്ക് അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇവർ ചെയ്യുന്ന വൃത്തികേടുകൾ മുഴുവൻ അവർ ജനിച്ച മതം പേരണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒറ്റ ഹിന്ദുവിന് ഈ രാജ്യത്തിന്റെ വഴിയിലൂടെ തലയുയർത്തി നടക്കാൻ പറ്റാത്ത പണിയാണ് ഇവർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ക്രിമിനൽ ചെയ്യുന്ന ആക്ടിവിറ്റി അതിന്റെ മതത്തോട് ചേർത്ത് വെക്കുന്നത് എന്തിനാണ്? മനുഷ്യരെ വിഭജിക്കാൻ. എന്തിനാ വിഭജിക്കുന്നത്? അത് പറയാതെ പോകുന്ന സമരങ്ങളാണ് പലതും. എന്തിനാ ഈ CAA കൊണ്ടുവരുന്നത്? ഈ ആളുകളെ മുഴുവൻ തടങ്കൽ പാളയത്തിലടച്ച് ഇവർക്ക് എല്ലാ കാലത്തും ഭരിക്കാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. അങ്ങനെ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരെ തടങ്കൽ പാളയത്തിൽ അയക്കാൻ പറ്റില്ല എന്ന് ഈ രാജ്യത്തെ നമുക്ക് ബോധ്യമുള്ളതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇവർ പണിതാൽ തീരുന്ന തടങ്കൽ പാളയത്തിലൊന്നും തീരുന്ന ആളുകളല്ല ഇവിടെ ഉള്ളത്. അത്രയും ജനസംഖ്യയല്ല ഉള്ളത്. കയറാനും പോകുന്നില്ല. പോലീസോ പട്ടാളോ ഉപയോഗിച്ച് ഈ രാജ്യത്ത് ഈ നിയമം നടപ്പാക്കാനും കഴിയില്ല. ഇതവർക്ക് നന്നായിട്ട് അറിയാം. പുതിയ കാലത്ത് ആളുകളെ അടിമയാക്കി മാറ്റുന്നതിന് പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും ആവശ്യമില്ല. NRC, NPR, CAA മതാടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്നു. അതിനുശേഷം പൗരന്മാരോട് നിങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ പറയുന്നു. തെളിയിക്കാൻ വേണ്ടി ആളുകൾ ട്രൈബ്യൂണലുകളിൽ ഓടി നടക്കുന്നു. 1400 കോടി രൂപ ചെലവാക്കി ആസാമിൽ 200 ട്രൈബ്യൂണൽ നടന്നു. 14 ലക്ഷം പേർ പുറത്തു നിൽക്കുക. നുഴഞ്ഞു കയറി വന്ന ചിതലുകളാണ്, മുസ്ലിങ്ങളാണ്, ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി രാജ്യത്തെ നശിപ്പിക്കാൻ വന്നവരാണ് എന്ന് ആസാമിൽ പ്രചരിപ്പിച്ച ആളുകൾ ലിസ്റ്റ് വന്നപ്പോൾ ഞെട്ടി. ഒരു മുസ്ലിമിന് 2 ഹിന്ദു ഈ ലിസ്റ്റിനകത്ത് പെട്ടുപോയി. ആ 12 ലക്ഷത്തോളം ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ ഇവർ തട്ടിക്കൂട്ടി അപ്പം ചുട്ടെടുക്കുന്ന പോലെ പാർലമെന്റിൽ ചർച്ചയില്ലാതെ ഒരു നിയമം ഉണ്ടാക്കി. അതാണ് CAA. ഈ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ജയിലിലടക്കാമെന്ന് വിചാരിച്ചല്ല. എങ്ങനെയാണ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കൈപ്പിടിയിലൊതുക്കി കൺട്രോൾ ചെയ്യുന്നത് എന്ന് നരേന്ദ്രമോദി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ 8 വൈകുന്നേരം ഇതുപോലെ 8 മണിക്ക് കൊലച്ചിരി ചിരിച്ചുകൊണ്ട് രാജ്യത്തോട് പറഞ്ഞു, നോട്ട് നിരോധിച്ചിരിക്കുന്നു, നിങ്ങളുടെ പോക്കറ്റിലുള്ള 500,000 സ്വാഹ. ഇവിടെ ചിരിച്ചത് പോരാതെ സിംഗപ്പൂരിൽ പോയി പ്രസംഗിച്ച് കൊലച്ചിരി ചിരിച്ചു. പലരും വീടുകളിൽ കല്യാണം നടത്താൻ വേണ്ടി പണം കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ കാര്യം കട്ടപ്പുകയായി എന്ന് പറഞ്ഞ് പുള്ളി ചിരിച്ചു. കൊലച്ചിരി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വിദേശ രാജ്യത്ത് പോയി ചിരിക്കുകയാണ്. ഞാൻ നോട്ട് നിരോധനം നടപ്പാക്കി. നമ്മുടെ നാട്ടിലെ പല ആളുകളും തെറ്റിദ്ധരിച്ചു. കള്ളപ്പണം സത്യത്തിൽ ഇതുകൊണ്ട് നന്നാവും. തോമസ് ഐസക് വരെ പരസ്യമായി പിന്തുണച്ചു. ഞാൻ പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. പലരും വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഈ സ്ഥലം കച്ചവടാക്കുമ്പോൾ കള്ളപ്പണം പൂഴ്ത്തി വെക്കുന്ന പണമൊക്കെ പുറത്തു വരുമല്ലോ, പെട്രോളിന് 50 രൂപയാകുമെന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ നിയോഗിച്ച 2 കമ്മിറ്റികളുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിലുണ്ട്. ഈ രാജ്യത്തെ കള്ളപ്പണത്തിന്റെ 90% ഇലക്ട്രോണിക് ഫോമിലാണ്, അത് നോട്ടിന്റെ രൂപത്തിലല്ല. അതുകൊണ്ടാണ് നോട്ട് നിരോധനം കഴിഞ്ഞ് 1 മാസത്തിനകം അമിത്ഷായുടെ മകൻ ഉൾപ്പെട്ട കമ്പനി 5000 കോടി രൂപ ഈ രാജ്യത്ത് നിന്ന് കടത്തിയത്. അതെങ്ങനെയാ? പുതിയ നോട്ടിന്റെ രൂപത്തിലാണോ? അല്ല, ഇലക്ട്രോണിക് ഫോമിലാണ് കടത്തിയത്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും RBI എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ തച്ചു തകർത്ത് അതിന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയയെ നശിപ്പിച്ച് അവരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു നോട്ട് നിരോധനം. എന്തിനാ?
ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്നത് ഞാനാണ് എന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ. അധികാരം എൻ്റെ കയ്യിലാണ് എന്നൊറ്റ ദിവസം കൊണ്ട് ആളുകൾക്ക് മനസ്സിലായി. സെൻട്രലൈസേഷൻ ഓഫ് പവർ അഥവാ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഒന്നാമത്തെ ചുവടുപടിയാണ് എന്ന് ജർമ്മനിയിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ കയ്യിലാണ് അധികാരം. അതിനെതിരെ നിൽക്കുന്ന ജഡ്ജിമാരെ കൊല്ലുക. ജസ്റ്റിസ് ലോയയുടെ മരണത്തിന്റെ കഥ നമുക്ക് മുമ്പിലുണ്ട്. സമയം കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാത്ത ആളുകളെ ഇല്ലാതാക്കുക. ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഘട്ടഘട്ടമായി ഇല്ലാതാക്കുക. CBIയെ തകർക്കുക, ജുഡീഷ്യറിയെ തകർക്കുക, ഇലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കുക. ഇത്തരത്തിൽ ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇഞ്ചിഞ്ചായി തകർക്കുക. അധികാര കേന്ദ്രീകരണം. സംസ്ഥാനങ്ങൾ ഫെഡറൽ സ്ട്രക്ചറിലാണ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ മഹത്വം. സംസ്ഥാനങ്ങൾക്ക് സ്വന്തം ഭരണം നടപ്പാക്കാൻ വേണ്ടി, അധികാരം നടപ്പാക്കാൻ വേണ്ടി പണം വേണം. അതിന് നികുതിയുണ്ട്. ആ നികുതികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമാക്കി മാറ്റുന്ന GST ഭരണഘടനാ ഭേദഗതി ചെയ്ത് കൊണ്ടുവരിക. GSTയും പിന്തുണച്ച ആളുകളുണ്ട്. എനിക്ക് ശേഷം സംസാരിക്കാൻ വരുന്നവർ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളവരായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് GST കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ സ്വയം പര്യാപ്തത തകർക്കുക എന്ന ഉദ്ദേശമുണ്ട്. തീർന്നില്ല. NPR-നെയും ആധാറിനെയും ലിങ്ക് ചെയ്യുക വഴി ഇന്ത്യയിലെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെയും ആധാറുമായി ഓൾറെഡി ലിങ്ക് ചെയ്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചിരുന്ന 2 മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വണ്ണും, ഇന്നലെ നിന്ന നിപ്പിൽ 48 മണിക്കൂർ നേരത്തേക്ക് ആവിയായിപ്പോയി. മുട്ടിലിഴയുകയാണ് മറ്റ് മാധ്യമങ്ങൾ. നിരോധനം കിട്ടാത്ത ചാനലുകൾ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ, ഈ വാർത്ത ഉണ്ടാവത്തില്ല. ഈ നിരോധനം കിട്ടിയ ചാനലുകൾ നിങ്ങൾ നോക്കൂ, അവർക്കും ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇന്നിറങ്ങിയ പത്രങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അടിയന്തരാവസ്ഥ കാലത്ത് പോലും നടക്കാത്ത, നിരോധിച്ചതിന് ശേഷം മാത്രം ചീഫ് എഡിറ്റർ അറിയുന്ന കാര്യം പോലും ഇന്നത്തെ പത്രങ്ങൾ വേണ്ട രീതിയിൽ ഒരു മുഖപ്രസംഗം പോലും എഴുതിയിട്ടില്ല. പക്ഷെ ഇവരെല്ലാം പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി. ഇനി നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ, ഇനി ഒരു കലാപം ഉണ്ടാകുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ, മുസ്ലിങ്ങളെ പേര് ചോദിച്ചുകൊണ്ട് പോലീസുകാർ ആക്രമിക്കുന്നു എന്ന സത്യം പറഞ്ഞതിന്റെ പേരിൽ, അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ നിയമം വളച്ചൊടിച്ച് 2 ചാനലുകൾ നിരോധിക്കാൻ ഇവർ ധൈര്യം കാണിച്ചപ്പോൾ എല്ലാ ചാനലുകാർക്കും കാര്യം മനസ്സിലായി. കുറച്ചുകൂടെ കാലം ഇവർ ഭരിക്കട്ടെ, ജനൻ TVയും റിപ്പബ്ലിക് TVയും മാത്രമേ കാണാൻ പറ്റൂ എന്ന് നിയമം കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കോ. ആളുകളെ പേടിപ്പിച്ച് അവർ പറയുന്നത് കേൾപ്പിക്കുക. എല്ലാ ആളുകളും അവനവൻ്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഡിസ്പ്യൂട്ടഡ് സിറ്റിസൺസിന്റെ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യർ, NRC പട്ടിക വരുമ്പോൾ അതിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യർ, ഒരു തടങ്കൽ പാളയത്തിലും പോകേണ്ട, ഒരു പോലീസും വരണ്ട, റിസർവ് ബാങ്കിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഈ ആധാർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു, അവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. എൻ്റെ നിങ്ങളുടെയും വീട്ടിൽ നല്ല പോലെ തപ്പിയാൽ 5000 രൂപ അല്ലെ 10,000 രൂപ കാണും. നരേന്ദ്രമോദി അല്ല, പുള്ളിയുടെ അച്ഛൻ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. ഞാനിത് ആരെയും പേടിപ്പിക്കാൻ പറയല്ല. ഈ രാജ്യത്തെ നിയമങ്ങളെ ഏത് തരത്തിലും ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ഇത് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ആ ഓപ്പറേഷനാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഓപ്പറേഷന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ ഓപ്പറേഷനും. ആ അന്തിമമായ ഓപ്പറേഷൻ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റണം എന്ന പഴയ സംഘപരിവാറിന്റെ സ്വപ്നമാണ്. ഒരു വശത്തുകൂടി ആ സ്വപ്നം നമ്മുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മളെല്ലാം അതിൻ്റെ പുറകെ പോകും. ഇവിടെയെല്ലാം എല്ലാ ദിവസവും ചർച്ച ചെയ്യും. നമ്മളിപ്പം 90 ദിവസമായിട്ട് പൗരത്വ നിയമം ചർച്ച ചെയ്യും. അപ്പുറത്ത് വലിയ കൊള്ള നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റി നിർത്തുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അപ്പുറത്ത് നടക്കുന്ന വലിയ കൊള്ളയാണ്. പുരയ്ക്ക് തീ കൊളുത്തുക, എന്നിട്ട് വാഴ പുറകിലൂടെ വെട്ടിക്കൊണ്ടുപോവുക. BSNL ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നവരത്ന കമ്പനികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ NTPC ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ തെർമൽ പവർ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് 5 രൂപയ്ക്കും 4 രൂപയ്ക്കൊക്കെ തരുന്ന കമ്പനിയുണ്ട്. ഇപ്പോൾ സോളാറിലേക്കൊക്കെ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇന്ന് അവിടെ പോയി, അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ നല്ല ചായ കിട്ടി. ഞാൻ അവരോട് പറഞ്ഞു, അധികകാലമൊന്നും പൊതുമേഖലാ സ്ഥാപനം ഇങ്ങനെ നിലനിൽക്കില്ല കേട്ടോ. നരേന്ദ്രമോദിക്ക് ആദ്യം വിൽക്കണം തോന്നി, ഇതുവഴി എങ്ങാനും പുള്ളി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും NTPC വിറ്റിഴിക്കും. ഇന്ത്യയിൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന മുഴുവൻ മനുഷ്യരോടും ഞാൻ പറയുന്നു, അധികകാലം മുമ്പല്ല, ഇന്നിപ്പോ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കുന്നത് പോലെ നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങളുടെ ശമ്പളവും പെൻഷനും ഒന്നും അധികകാലം ഉണ്ടാവത്തില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. തീർന്നോ? ഇല്ല. ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട, വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉണ്ടാക്കേണ്ട
കരാർ റിലയൻസ് പോലെ ഒരു കളിപ്പാട്ട ഹെലികോപ്റ്റർ പോലും ഉണ്ടാക്കാത്ത കമ്പനിക്ക് കൊടുക്കുക. എന്താ സുപ്രീം കോടതിയിൽ കേസ് പോയപ്പോൾ സുപ്രീം കോടതി ചെയ്തത്? റഫേൽ ഡീലിൽ കേസ് കൊടുത്ത ആളുകൾക്ക് കോപ്പി കൊടുക്കാതെ സീൽഡ് കവറിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത രേഖകൾ പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ യാതൊരു അഴിമതിയുമില്ല. സീൽഡ് കവറിലെ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എതിർഭാഗത്തിന് കോപ്പി കൊടുക്കാതെ വായിച്ചു കേൾപ്പിക്കാതെ രഹസ്യരേഖയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതുകൊണ്ട് എന്താ പറ്റിയത്? വെക്കാത്ത എഴുതാത്ത CAG റിപ്പോർട്ട് എഴുതിയെന്നും വായിച്ചുവെന്നും ജഡ്ജി വിധിന്യായത്തിൽ എഴുതി ചേർക്കൂ. അത് തെറ്റാണെന്ന് പിന്നീട് പറയേണ്ടി വന്നു. ഈ രാജ്യത്തെ ജുഡീഷ്യറി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഏതായാലും റിലയൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഹെലികോപ്റ്ററിലാണ് ഈ നമ്മുടെ പട്ടാളക്കാർ യുദ്ധത്തിന് പോകുന്നത്. സൂക്ഷിച്ചു പോകണം, എത്ര കാലം ഓടുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ചർച്ച സജീവമായി നടക്കുന്ന ജനുവരി മാസം നിങ്ങളൊരു പത്രത്തിൽ ഒരു കുഞ്ഞു വാർത്ത നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. 23,000 കോടി രൂപയ്ക്ക് ഇന്ത്യയുടെ നാവികസേനയുടെ കപ്പൽ, യുദ്ധക്കപ്പലും മുങ്ങിക്കപ്പലും ഉണ്ടാക്കാനുള്ള കരാർ റിലയൻസിന് കൊടുക്കുന്നു. ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ പൗരത്വത്തിൻ്റെ തിരക്കിനിടയിൽ സംഭവിച്ച കാര്യമാണ്. ഞാനൊരു കാർട്ടൂൺ കണ്ടു. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്. അംബാനിയോട് ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ കപ്പലൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? നിങ്ങൾ എങ്ങനെയാണ് ഈ കരാർ കിട്ടി കപ്പൽ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പം അംബാനി പറയുന്നു, ഞങ്ങളൊരു വലിയ കപ്പൽ ആദ്യം ഉണ്ടാക്കും, അത് കടലിൽ കൊണ്ടുപോയി ഇടും, അത് പൊങ്ങിക്കിടന്നാൽ യുദ്ധക്കപ്പൽ, മുങ്ങിപ്പോയാൽ മുങ്ങിക്കപ്പൽ, ഞങ്ങളത് സർക്കാരിന് കൊടുക്കും. ഇത്ര പോലും പ്രായോഗികമായ ജ്ഞാനമില്ലാത്ത ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച കൂണുകളെ പോലെ മുളച്ച കമ്പനികൾക്ക് ഈ രാജ്യത്തിൻ്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ, കരാറുകൾ കൊടുക്കുകയാണ്. ഇനി ഇവരുടെ നിയമം നോക്കിയാലോ? കാർഗിലിൽ പാകിസ്ഥാനെതിരെ വെടിയുണ്ടകൾ പായിച്ച ഇന്ത്യയുടെ പട്ടാളക്കാർ പൗരത്വം തെളിയിക്കാൻ പറ്റാതെ പൗരത്വ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുക. വീരജവാന്മാർ. കാർഗിലിൽ എന്താ സംഭവിച്ചത്? കാർഗിലിൽ വെടിയേറ്റ് മരിച്ച പാവപ്പെട്ട പട്ടാളക്കാരുടെ വീടുകളിലേക്ക് അവരുടെ മരിച്ചു വീണ ശവശരീരം കൊണ്ടുപോകാൻ വേണ്ടി ശവപ്പെട്ടി ഓർഡർ ചെയ്തപ്പോൾ അതിനകത്ത് അഴിമതി നടത്തി BJP. വീടുകളിലേക്ക് എത്തിയ കർണാടകയിലും കേരളത്തിലുമുള്ള പല പട്ടാളക്കാരുടെയും ശവശരീരങ്ങൾ വീടുകളിലേക്ക് എത്തുമ്പോഴേക്കും അഴുകി തുടങ്ങിയിരുന്നു. കാരണം അതിനകത്ത് തണുപ്പ് വേണ്ടത്ര റെഫ്രിജറേഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ക്വാളിറ്റി മോശമായിട്ടുള്ള തകരപ്പെട്ടി ഓർഡർ ചെയ്തു ശവപ്പെട്ടിയിൽ. ആ കണക്ക് പറഞ്ഞ് കാശ് മേടിച്ച അന്നത്തെ BJP ദേശീയ നേതാവിൻ്റെ ചിത്രം വീഡിയോ സഹിതം നമ്മൾ കണ്ടു. അത് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പാർലമെന്റിന്റെ പ്രത്യേക സെഷൻ അകത്ത് നടക്കുമ്പോഴാണ് ആദ്യത്തെ പാർലമെന്റ് ആക്രമണം ഈ രാജ്യത്തുണ്ടാവുന്നത്. ആ പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതിയായി തൂക്കിക്കൊന്ന ആ പ്രതി പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു, എന്നെ പറഞ്ഞയച്ചത് ഒരു പോലീസുകാരനാണ്, ആ പോലീസുകാരനെ പറ്റി അന്വേഷിക്കണം, അതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, എനിക്ക് വേറെ പങ്കൊന്നുമില്ല, എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണെന്ന് പറഞ്ഞു. അന്ന് ഈ രാജ്യം ചെവിക്കൊണ്ടില്ല. ആ പോലീസുകാരന് ഈ BJP ഗവൺമെന്റ് വന്നപ്പോൾ കാശ്മീരിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്തിയപ്പോൾ പ്രത്യേക രാഷ്ട്രപതിയുടെ മെഡൽ കൊടുത്ത് ആദരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് അങ്ങേരെ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്ന, ഈ രാജ്യത്തെ കലാപം അഴിച്ചുവിടാൻ വന്ന പാകിസ്ഥാൻ തീവ്രവാദികൾക്കൊപ്പം ഒരു കാറിനകത്താണ്. പാകിസ്ഥാൻ തീവ്രവാദികൾക്കൊപ്പം ഒരു കാറിൽ സഞ്ചരിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് കസ്റ്റഡിയിലായി. ഇങ്ങനെയാണ് ഈ രാജ്യത്തെ ഇവർ ദേശഭക്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തിരിച്ചൊന്നാലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ പട്ടാളത്തിന് ചെന്നെത്താൻ പറ്റാത്ത മേഖലകളിൽ കൂലിപ്പട്ടാളത്തെ വെച്ചാണ് അവർ ഓപ്പറേഷൻസ് നടത്തുന്നത്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. ദരിദ്രർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത ആളുകൾ, പല മതത്തിൽപ്പെട്ട ആളുകൾ കൊല്ലാൻ വിട്ടുകൊടുക്കുകയാണ്. വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടും. കൂലിപ്പട്ടാളമാണ് ഇന്ത്യൻ പട്ടാളക്കാരെ വെടിവെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 2014 മുമ്പ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരെ വെടിവെച്ചു കൊന്ന ആളുകൾ, മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം കൊടുക്കാം ഈ പുതിയ നിയമപ്രകാരം. കാരണം എന്താ? അവർ ജനിച്ച മതം ക്ലീനാണ്. 2-ാം വകുപ്പിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത്. ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള വകുപ്പിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത്. അല്ലാതെ 5-ാം വകുപ്പിൽ രജിസ്ട്രേഷനിലൂടെ പൗരത്വം കൊടുക്കുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് ആളുകൾക്കൊക്കെ പൗരത്വം കൊടുത്തേക്കാം എന്നല്ല പറഞ്ഞത്. 2-ാം വകുപ്പിൽ ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, ഈ രാജ്യത്ത് നുഴഞ്ഞുകയറ്റക്കാർ എന്നാൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ വരുന്ന ആളുകളാണ്. എന്നാൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന 6 മതത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യത്ത് നുഴഞ്ഞുകയറ്റക്കാരല്ല. എന്താ കാര്യം? ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ രാത്രി വീട്ടിലെത്തുമ്പോൾ അമ്മ ഒരുപക്ഷെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കാണും, കുറ്റിയിട്ട് കിടന്ന് ഉറങ്ങിക്കാണും, ഓർത്ത് കാണില്ല എൻ്റെ കയ്യിൽ താക്കോലില്ല എന്നുള്ള കാര്യം. ഞാൻ ചെന്ന് മുട്ടി വിളിക്കും, പല പ്രാവശ്യം വിളിച്ചു നോക്കും. അമ്മ നല്ല ഉറക്കമാണ്, ഭാര്യയും നല്ല ഉറക്കമാണ്. ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ പുറകിലൂടെ പോയി എൻ്റെ വീടിൻ്റെ പുറകിലെ വാതിൽ ജനലിനകത്തൂടെ കൈയിട്ട്, അല്ലെങ്കിൽ ജനലൊന്ന് കുത്തിപ്പൊട്ടിച്ച് ആ വാതിൽ അതിൻ്റെ കുറ്റി തല്ലിപ്പൊട്ടിച്ച് ഞാൻ അകത്ത് കയറും. ഞാൻ കിടന്നുറങ്ങും.
എൻ്റെ അമ്മ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താലും പോലീസ് എനിക്കെതിരെ കേസെടുക്കുകയില്ല. കാരണം ഞാൻ തല്ലിപ്പൊട്ടിച്ചത് എൻ്റെ പൂട്ടാണ്. ഞാൻ രാത്രി ഒളിച്ചു കടന്നത് എൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ അവിടെ നുഴഞ്ഞുകയറ്റക്കാരനല്ല. ഞാൻ കയറുന്ന പോലെ നിങ്ങളൊന്ന് കയറി നോക്കണം, പിറ്റേ ദിവസം പോലീസ് കേസെടുക്കും. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹിന്ദു എന്നറിയപ്പെടുന്ന സിഖ്, ജൈനൻ, പാഴ്സി, ബുദ്ധൻ തുടങ്ങിയ മറ്റ് മതവിഭാഗങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത ക്ഷേത്രപ്രവേശന നിയമത്തിന്റെ 2-ാം വകുപ്പിൽ പറയുന്നുണ്ട്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വയ്ക്കുമ്പോഴും ക്ഷേത്രത്തിനകത്ത് ഹിന്ദുക്കൾക്ക് കയറാവുന്നതുപോലെ സിഖുകാരന് കയറാം, ജൈനന് കയറാം, ബുദ്ധന് കയറാം. അവരെല്ലാം ഹിന്ദുക്കളായി പരിഗണിക്കുന്ന ഒരു രാജ്യത്തെ നിയമമുണ്ട് ഇവിടെ. ആ മതത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് വരാം, നുഴഞ്ഞു കയറി വരാം, പാസ്പോർട്ട് ഇല്ലാതെ വരാം, വിസ ഇല്ലാതെ വരാം. കാരണം അവർ ഈ രാജ്യത്ത് നുഴഞ്ഞുകയറ്റക്കാരല്ല. ആരാ നുഴഞ്ഞുകയറ്റക്കാർ? മുസ്ലിങ്ങളാണ് നുഴഞ്ഞുകയറ്റക്കാർ. ഈ രാജ്യത്തെ നിയമം എങ്ങനെയെങ്കിലും ഭേദഗതി ചെയ്താൽ പോരാ, ഈ രാജ്യത്തെ ദീർഘകാലത്തേക്ക് മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന വിഷവിത്തുകൾ ഉണ്ടാക്കാനാണ് ഈ രാജ്യത്തെ ഭേദഗതി ചെയ്യുമ്പോൾ പോലും അവരാലോചിക്കുന്നത്. നിങ്ങൾ നിയമം അറിയാവുന്ന കപിൽ സിബൽ ഉൾപ്പെടെയുള്ള സീനിയർ അഭിഭാഷകർ ആരോട് വേണേൽ ചോദിച്ചു നോക്കിയോളൂ. ഇതിന്റെ 2-ാം വകുപ്പിലെ ഇന്റൻഷൻ ഇതാണ്. ആരാണ് ഇന്ത്യയിലെ നുഴഞ്ഞുകയറ്റക്കാർ, ആരുടേതാണ് ഇന്ത്യ എന്ന നറേഷൻ അവർ ഈ രാജ്യം ഹിന്ദുക്കളുടേതാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതിനോടാണ് ഈ രാജ്യത്തെ എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഒറ്റക്കെട്ടായി സമരം ചെയ്ത് എതിർത്തത്. നമ്മൾ ഡൽഹിയിലെ തെരുവിൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേര് ബാങ്ക് വിളികൾ കേൾക്കുമ്പോൾ അവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെ റോഡിൽ നിസ്കരിക്കാൻ ഇരുന്നു. അവരുടെ ചുറ്റിനും ഒരു പോലീസ് വരാതെ വലയം പ്രാപിച്ചു നിന്നത് തലപ്പാവും തൊപ്പിയും ധരിച്ച സിഖുകാരും അതിൻ്റെ ഇപ്പുറത്ത് ഹിന്ദുക്കളുമായിരുന്നു. പോലീസുകാർ വരാതെ നോക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് സിഖുകാർ വലിയ പാത്രത്തിനകത്ത് അവിടെ പരിസരത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കി പൊതിഞ്ഞ് ആ സമരക്കാരുടെ കയ്യിൽ കൊടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് കപിൽ സിബൽ പറഞ്ഞത്, ഈ രാജ്യം ആരുടേതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. ഇവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇവർ ഈ രാജ്യം ഉണ്ടാക്കിയതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു പങ്കും വഹിച്ച ആളുകളല്ല. ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആഴം, വേരുകളുടെ ആഴം ഇവർ വിചാരിക്കുന്നതിലും വളരെ കൂടുതലാണ്. അതൊരു അമിത്ഷായോ ഒരു നരേന്ദ്രമോദിയോ വിചാരിച്ചാൽ പറിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാജ്യത്ത് ആരുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുമ്പോഴും നമ്മൾ ശബ്ദമുയർത്തണം. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി, ആ നിയമം 100 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് 99,99,99,999 പേരുടെയും മൗലികാവകാശം സംരക്ഷിക്കുന്നതും അവരുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമായതുമാണെങ്കിലും അവശേഷിക്കുന്ന ഒരാളുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടെന്ന് തോന്നിയാൽ അത് ഈ രാജ്യത്ത് നിലനിൽക്കില്ല എന്നാണ്. ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഞാൻ എൻ്റെ മൗലികാവകാശം ലംഘിക്കുന്ന ഒരു നിയമം ചോദ്യം ചെയ്താൽ കേന്ദ്ര സർക്കാർ കോടതി പറയാണ് 99,99,000 പേർക്കും ഈ നിയമം ഒരു കുഴപ്പമില്ല, ഇയാൾക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. ജഡ്ജി 2 ഭാഗവും കേൾക്കും. എൻ്റെ മൗലികാവകാശം ലംഘിച്ചതാണ് പാർലമെന്റ് പാസാക്കിയ നിയമമെന്ന് തോന്നിയാൽ വേണമെങ്കിൽ 28 സംസ്ഥാനങ്ങളുടെ നിയമസഭകളും പാസാക്കിയാലും ഈ രാജ്യത്തെ ലോക്സഭയും രാജ്യസഭയും പാസാക്കിയാലും ആ നിയമം ഒരു ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജി ഇരുന്ന് റദ്ദ് ചെയ്യും. കാരണം അത് എൻ്റെ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. ഒരാളുടെ മൗലികാവകാശത്തിൻ്റെ പോലും ലംഘനം ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്നില്ല. അതാണ് ജനാധിപത്യം. ഏറ്റവും വീക്കസ്റ്റ് ആളുകളുടെ അവകാശം സംരക്ഷിക്കുന്നത്. അവിടെ കാശ്മീരിൽ വലിയ ധ്വംസനം നടന്നു. കാശ്മീരിൽ അധികാരത്തിൽ വന്ന സർക്കാരിനെ പിരിച്ചുവിട്ടു, അവരെ തടങ്കൽ പാളയത്തിലാക്കി. അവർ ഇന്ന് അറസ്റ്റിലാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയും മുൻ മന്ത്രിമാരും ഒക്കെ. നമ്മളാരും പ്രതികരിച്ചില്ല. നമ്മുടെ നാട്ടിലെ ഒരു പാവം കണ്ണൻ ഗോപിനാഥൻ മാത്രം തൻ്റെ IAS പദവി വലിച്ചെറിഞ്ഞ് പ്രതികരിച്ചു. എൻ്റെ ക്ലാസ്മേറ്റാണ്, 8ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കണ്ണൻ. ഞാനും കണ്ണനും ഒരു സ്കൂളിൽ. അന്ന് മുതൽ എനിക്ക് കണ്ണനെ അറിയാം. പലരും പറഞ്ഞു കണ്ണന് IAS നിന്ന് പല തിരിച്ചടിയും വന്നുകൊണ്ടാണ് പിരിച്ചുവിട്ടത്. അല്ല, ഈ വർഷം ജനുവരി 26-ന് ഏറ്റവും നല്ല ജില്ലാ കളക്ടർക്കുള്ള പ്രധാനമന്ത്രിയുടെ അവാർഡിന് തൻ്റെ പേര് എഴുതി അയച്ചില്ല എന്നതാണ് കണ്ണൻ ഗോപിനാഥിനെതിരായി കൊടുത്ത 1ാമത്തെ ചാർജ് ഷീറ്റിലെ കുറ്റം. നിങ്ങൾക്കറിയാവോ? ഈ സമരപരിപാടികൾക്ക് പോകുമ്പോൾ ആളുകൾ പറയും ഇത് സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പൈസയാവും എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കും, കണ്ണന് നഷ്ടപ്പെട്ടത് ഒരു ജോലിയും തൻ്റെ ജീവിതവുമാണ്. നമുക്കെന്ത് നഷ്ടപ്പെട്ടു? കണ്ണൻ പൗരത്വപ്പട്ടികയ്ക്ക് പുറത്തു പോകുന്ന ആളല്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും കാശ്മീരിൽ നടന്ന ധ്വംസനത്തിനെതിരായി നമ്മൾ ശബ്ദമുയർത്തണമായിരുന്നു. 370 നടപ്പാക്കി, ആരും പ്രതികരിക്കുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് പോയി, CAA പോയി, ആരും പ്രതികരിക്കുന്നില്ല. ഇന്ന് മാധ്യമങ്ങളുടെ നാവരിഞ്ഞു, ആരും പ്രതികരിക്കുന്നില്ല. നാളെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഫാസിസം കടന്നു വരുന്നത്. അതുകൊണ്ട് ഭരണഘടന ഉറപ്പിക്കുന്ന, ഭരണഘടന നിലനിർത്തുന്ന, ഭരണഘടനയിൽ പറയുന്ന മതേതരത്വ മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട് എന്ന് ഈ രാജ്യത്തെ സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താൻ തീർച്ചയായിട്ടും ഇത്തരം റാലികളും ഇത്തരം സമര
സന്ധ്യകളും നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിലും രാമായണം ഉണ്ടെങ്കിലും അതോടൊപ്പം ഇത് മൂന്നും നിലനിർത്താനുള്ള ഭരണഘടന കൂടി നമ്മൾ വാങ്ങിച്ചു വെക്കണം. നമ്മുടെ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കണം, അത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. ഈ രാജ്യം ഉണ്ടാക്കിയത് സംഘപരിവാർ അല്ല എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ചരിത്രം അറിയാവുന്ന മക്കളായി നമ്മുടെ മക്കൾ വളരട്ടെ. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോട് എല്ലാവരുടെയും പേരിൽ വ്യക്തിപരമായും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതെൻ്റെ പണിയല്ലെങ്കിൽ പോലും അത് പറഞ്ഞുകൊണ്ട് ഇത്തരം ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ രാജ്യത്തെമ്പാടും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമം നടപ്പാക്കാൻ കേരളം അനുവദിക്കില്ല, അത് ആര് പറഞ്ഞാലും അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.